ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 28/12/2019 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം, ഉത്രാടം 3-ാം പാദം, സ്ത്രീ ജാതകമാണിത്. മകരലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, ശുക്രൻ, 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ രാഹു, 7, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ കുജൻ, 12-ൽ സൂര്യൻ, ബുധൻ, ഗുരു, ശനി, കേതു, ഗുളികൻ. ഒരു രാശിയിൽ മാത്രമാണ് ഇത്രയും ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകതയുള്ള ജാതകമാണിത്. പ്രധാനമായും 2019 എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് ഏകദേശം ഒരു 6 വയസ്സിനടുത്ത് കഷ്ടിപ്രായമാകുന്നതേ ഉള്ളൂ. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കുട്ടി ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി മാതാപിതാക്കൾക്ക് വലിയ ആശങ്കകളുണ്ട്. വൈദ്യസഹായം കൃത്യമായി തന്നെ അവർ തേടുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണവും ഈ ഗ്രഹനിലയിലുണ്ട്. അതായത് 1, 2, 3, 4, 5, 6. 6 രോഗസ്ഥാനം, ശത്രുസ്ഥാനം. 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 12-ൽ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങൾക്കൊപ്പം പ്രധാനമായും അതിൽ തന്നെ ഗുളികനോടൊപ്പവും കേതുവിനോടൊപ്പവും സ്ഥിതി ചെയ്യുന്നു. 6-ൽ രാഹുവുമുണ്ട്. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. ഈ 2 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടിക്ക് രോഗാവസ്ഥ അല്ലെങ്കിൽ സ്ഥിരമായി വിട്ടൊഴിയാത്ത അസുഖങ്ങൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുന്നത്. ചന്ദ്രദശയുമാണ് നടക്കുന്നത്. അതായത് 2022 മാർച്ച് തൊട്ട് 10 കൊല്ലക്കാലം 2032 മാർച്ച് വരെയുള്ള കാലം ചന്ദ്രദശയാണ്. ലഗ്നത്തിലെ ചന്ദ്രൻ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടിയുണ്ട്. അത് പ്രകാരം 2 ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്കും വിവാഹകാരകനായിട്ടുള്ള ശുക്രനിലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ഈ ഒരു കാലയളവിൽ അസുഖങ്ങൾ, അതുപോലെ തന്നെ രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ഗുളികനോടൊപ്പമാണ്. ഒപ്പം കേതുവുമുണ്ട് അവിടെ. ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ്. അതായത് മരുന്ന് കഴിച്ചാൽ തന്നെയും പ്രോപ്പറായി വൈദ്യസഹായം തേടി മരുന്ന് കഴിച്ചാൽ തന്നെ അസുഖം ഭേദമാകാത്ത ഒരവസ്ഥ. പലപ്പോഴും എന്താണ് അസുഖമെന്നും അറിയാത്ത അവസ്ഥ. ശാരീരികമായി പല ടെസ്റ്റുകളും നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്പെസിഫിക്കായി ഒരു അസുഖമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ആ കുട്ടി ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ നേരിടുന്നുമുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ആ കുട്ടിയേക്കാൾ ഉപരി എൻ്റെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖവും വിഷമവും ഒക്കെ. അതെല്ലാം അവർ രണ്ടുപേരും അനുഭവിക്കുന്നുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിദേശത്താണ്, അമ്മ നാട്ടിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 1, 2, 3, 4 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ്. 11-ൽ നിൽക്കുന്നു. കുജൻ്റെ ക്ഷേത്രത്തിൽ അല്പം കടുംപിടുത്തങ്ങളുള്ള, വാശിയുള്ള, ദുർവാശികളുള്ള, ദേഷ്യമുള്ള, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. സ്നേഹക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതെല്ലാം നെഗറ്റീവ്സ് തന്നെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ വാശി അല്ലെങ്കിൽ ദുർവാശി, ദേഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ മകനായാലും അമ്മ മകനായാലും ഒക്കെ അത് പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുക. അപ്പോൾ പിടിവാശി കൂടുതലുണ്ടാകും. അതിനനുസരിച്ച് ഈ കുട്ടിയും അതിനെ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അസ്വസ്ഥതകളുണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന രോഗാവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥ പ്രധാനമായും ഈ പറയുന്ന ഗ്രഹനിലയിൽ 6-ലാണ് രാഹു. രോഗസ്ഥാനത്ത് രാഹു എന്ന് പറയുന്നു എന്നിരുന്നാൽ തന്നെ 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എന്നിരുന്നാലും രാഹുവിൻ്റെ ദൃഷ്ടി വളരെ പ്രധാനമാണ്. അതായത് 1, 2, 3, 4, 5, 6, 7 6, 7, 9 ഭാവങ്ങളിലേക്കാണ് 6, 7, 9, 12 ഭാവങ്ങളിലേക്കാണ് ഏതൊരു ഗ്രഹനിലയിൽ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. അത് പ്രകാരം രോഗസ്ഥാനത്തിൻ്റെയും ശത്രുസ്ഥാനത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന ബുധനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അവിടെ ഗുളികനുമുണ്ട്. നല്ലതല്ല, ഒട്ടും തന്നെയും നല്ലതല്ല. പ്രത്യേകിച്ചും ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ വളർച്ചയുടെ പടവുകൾ കയറുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിക്ക് ശത്രുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ദോഷാനുഭവങ്ങളോ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ പോകേണ്ടി വരും. അതുപോലെ തന്നെ അസുഖങ്ങളെ എപ്പോഴും കരുതിയിരിക്കണം. പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ചന്ദ്രദശയുടെ കാലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ ചന്ദ്രനിൽ ഗുരുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. ഗുരു നിൽക്കുന്നതും മേൽപ്പറഞ്ഞ ഗുളികനോടൊപ്പവും കേതുവിനോടൊപ്പവുമാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയും അവിടേക്കുണ്ട്.
അതുപോലെ തന്നെ 12-ൽ ഇത്രയധികം ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ അധികം കണ്ടുവരാത്ത ഒരു ഗ്രഹനിലയുടെ ഒരു സ്വഭാവം കൂടെ ഈ ഗ്രഹനിലയ്ക്കുണ്ട്. സൂര്യനുണ്ടവിടെ, ബുധനുണ്ടവിടെ, വ്യാഴമുണ്ടവിടെ, ശനിയുണ്ടവിടെ, കേതു ഉണ്ടവിടെ, അതുപോലെ തന്നെ ഗുളികനുമുണ്ടവിടെ 12-ൽ. അതും അത്ര വലിയ ഒരു നല്ല പൊസിഷനല്ല ഈ പറയുന്ന ഗ്രഹങ്ങളെ ഒന്നും സംബന്ധിച്ചും. അവിടെ ഈ ഗുളികനൊക്കെ 12-ലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലഗ്നത്തിലേക്ക് അതിൻ്റെ ദൃഷ്ടി വരും. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ, മാതാവിൻ്റെ കാരകനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനായിരിക്കുകയും ചെയ്യുമ്പോൾ മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മാതാവ് എടുക്കുന്ന തീരുമാനങ്ങൾ, പറയുന്ന കാര്യങ്ങളൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യും. അസ്വസ്ഥത എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും, മാതാവിനും അസ്വസ്ഥതയുണ്ടാകും, അതുപോലെ തന്നെ കുട്ടിക്കും അസ്വസ്ഥതയുണ്ടാകും എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് 9. അതിൻ്റെയും അധിപൻ ബുധനാണ്, 12-ൽ നിൽക്കുന്നു, ഗുളികനോടും ഈ പറഞ്ഞ കേതുവിനോടും ഒക്കെ ഒപ്പമായിട്ട്. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് അച്ഛനുമായി ഈ കുട്ടിക്ക് വളരെ അടുത്ത ബന്ധം തന്നെയാണ്. പക്ഷേ അച്ഛൻ നാട്ടിലില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, കുട്ടികൾ അച്ഛനുമായി ബന്ധമേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുസരിക്കുകയോ അച്ഛനുമായി വലിയ താല്പര്യം, അടുപ്പം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. പക്ഷേ ഇവിടെ അത് പോസിറ്റീവ് സെൻസിലാണ് ആ പറയുന്ന അകൽച്ച ബാധിച്ചിട്ടുള്ളത്. കാര്യം അച്ഛൻ നാട്ടിലില്ല, വിദേശത്താണ്. അപ്പോൾ രണ്ടുപേരും എങ്ങനെയായാലും അകന്നു നിൽക്കണം എന്ന് പറയുന്ന ഒരു സാധ്യത അവിടെ കൃത്യമായി നടപ്പാകുന്നുണ്ട്. രാഹുവിൻ്റെ ദൃഷ്ടിയും അവിടേക്കുണ്ട്. ഇതെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നെഗറ്റീവ്സിനുള്ള പ്രധാന കാരണമെന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന സമയത്ത് പ്രത്യേക മുൻകരുതലുകൾ എടുത്ത്, അതായത് 1, 2, 3, 4, 5, 6, 7 ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനായിരിക്കുകയും ചന്ദ്രൻ ലഗ്നത്തിൽ വിവാഹകാരകനായ ശുക്രനോടൊപ്പം നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും ഉള്ളപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ അതിലേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവാഹശേഷം ചില ആളുകളെ കണ്ടിട്ടില്ലേ, മാനസികമായി വളരെ ഡിപ്രസ്ഡായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് അതിനുള്ള പോസിബിലിറ്റി, സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, അതിന് ചേരുന്ന ഗ്രഹനിലകൾ, നാളുകൾ, പൊരുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയ കൃത്യത വരുത്തിയ ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടാവൂ. അല്ല എങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വഴി ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ഇദ്ദേഹത്തിൻ്റെ മാതാവിനോട് കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ അത്തരം കാര്യങ്ങൾ എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയും ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതാവുമ്പോൾ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളെയും ഒക്കെ അല്പസ്വല്പം നമ്മൾ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ തയ്യാറായേ തീരൂ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരും. അത് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പൊതുവെ ഒരു ഗ്രഹനില ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ആസ്ട്രോളജർ എന്ന് പറയുന്ന ആൾ കൃത്യമായി പരിഗണിക്കേണ്ടുന്നതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്നതും. അതുപോലെ തന്നെ ഈ ചന്ദ്രദശ 2032 വരെയാണ്. മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ഏറ്റു നിൽക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രദശയിൽ ഈ പറയുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അതുപോലെ തന്നെ ചന്ദ്രദശയ്ക്ക് ശേഷം ഇദ്ദേഹം ജനിക്കുന്നത് സൂര്യദശയിലായിരുന്നു. 2019 ഡിസംബർ തൊട്ട് 2022 വരെ, മാർച്ച് വരെ സൂര്യദശ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജദശ, അതായത് ചൊവ്വ, അതിനുശേഷം രാഹു 18 കൊല്ലം. അതുപോലെ തന്നെ ഗുരു 2057 മാർച്ച് തൊട്ട് 2073 വരെയുള്ള 16 കൊല്ലക്കാലം ഇദ്ദേഹത്തിന് ഗുരുദശയുമാണ്. ഇതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു 6-ൽ നിൽക്കുന്നു. 3, 6, 8, 11 ഭാവം രാഹുവിന് വലിയ ദോഷമല്ല എന്ന ജ്യോതിഷം പറയുമ്പോഴും രാഹു നടത്തുന്ന ദൃഷ്ടിയുണ്ട്. അതായത് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് സൂര്യനിലേക്കുണ്ട്, ബുധനിലേക്കുണ്ട്, വ്യാഴത്തിലേക്കുണ്ട്, ശനിയിലേക്കുണ്ട്, ഗുളികനിലേക്കുണ്ട്. അതുപോലെ തന്നെ കേതുവിലേക്ക് സ്വാഭാവികമായിട്ടും ദൃഷ്ടി ഉണ്ടാകും ഏതൊരു ഗ്രഹനിലയിലും. ഈ പറയുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ദശകൾ, അതിൻ്റെ അപഹാരങ്ങളെല്ലാം വരുന്ന സമയത്ത് ഈ രാഹുവിൻ്റെ നെഗറ്റീവ്സ് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥമാണ്. സൂര്യൻ്റെ അപഹാരം അല്ലെങ്കിൽ ദശ, ബുധൻ്റെ അപഹാരം അല്ലെങ്കിൽ ദശ, ഗുരുവിൻ്റെ അപഹാരം അല്ലെങ്കിൽ ദശ, അതുപോലെ തന്നെ ശനി, കേതു പോലെയുള്ള ദശകൾ, അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ രാഹുവിൻ്റെ നെഗറ്റീവ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ വർക്കാവും. അത് പ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ രാഹു 6-ൽ തന്നെ നിന്നാൽ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി വളരെ പ്രധാനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പവർഫുള്ളായിട്ടുള്ള ഛായാഗ്രഹമാണ് രാഹു. കേതുവിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഛായാഗ്രഹമാണ് രാഹു. അപ്പോൾ അതിൻ്റെ ദൃഷ്ടികളെയും നമ്മൾ കരുതി തന്നെ ഇരിക്കണം. അതിന് വേണ്ടുന്ന പരിഹാരങ്ങളുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക്
ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.